അർജുന്, ശബരിമല കേസിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഇന്നലെയാണ് തന്ത്രി അറസ്റ്റിലായത്. ശരിക്കും തന്ത്രിയിലൂടെ മന്ത്രിയിലേക്ക് എത്താനാണോ, അതോ തന്ത്രിയെ വെച്ച് അവസാനിപ്പിച്ച മന്ത്രിയിലേക്ക് എത്താതിരിക്കാനാണോ ശരിക്കും ഇപ്പോൾ ഈ കേസിന്റെ ഒരു ഗതി പോകുന്നത് എങ്ങോട്ടാണ്? CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഏതൊരു കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരകപ്പെട്ടിരുന്നാലും അകപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാടെ പാർട്ടി സ്വീകരിക്കുകയുള്ളൂ, അല്ലെ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ ഒരിക്കലും അകപ്പെട്ടവരെ പൂർണ്ണമായിട്ട് ശിക്ഷിക്കുന്ന രീതിയിലേക്ക് പാർട്ടി ഒരിക്കലും എത്തുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നുന്നുണ്ടോ? അപ്പോ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. ഏതൊരു ഈ പറയുന്ന കൊലക്കേസായിരുന്നാലും മറ്റു പല കേസുകൾ, സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളായിരുന്നാലും, ഇപ്പൊ പത്മകുമാറിനെ തന്നെ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തെ എന്തെങ്കിലും തരം താഴ്ത്തുകയും എന്തെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ എന്തെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചാലാണ് അദ്ദേഹം കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുകയുള്ളൂ എന്നാണ്. അതാണ്. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പല്ലേ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അന്വേഷണം ഇനിയിപ്പോ കൂടുതൽ മന്ത്രിയിലേക്ക് എത്താമോ, അല്ലെങ്കിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്ന് നമുക്ക് ഊഹിക്കാനെങ്കിലും കഴിയും. SIT ആണ് ഈ അന്വേഷണം നടത്തുന്നത്. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT സംഘമാണ് അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു പ്രത്യാശയില്ലേ? കേസ് അങ്ങോട്ടേക്ക് എത്തും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പുരോഗതി ഈ ഒരു കേസിൽ ഉണ്ടാകുമെന്ന് നമുക്ക്. എന്നിരുന്നാലും SIT ആണ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ കൂടി ഭരണകക്ഷിയുടെ ഒരു വലിയൊരു രീതിയിലുള്ള പ്രഷർ അവർക്ക് മേലുണ്ടാവില്ലേ? നമ്മൾ കണ്ടല്ലേ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ ഇ ഡി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് എല്ലാം കണ്ടതാണല്ലോ. അതും പലതരത്തിലുള്ള ഉന്നതരുടെ അല്ലെങ്കിൽ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലരുടെയും ഒരു പ്രഷർ SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും KP ശങ്കർദാസിലേക്ക് കേസ് എത്താതെ തന്ത്രിയുടെ അറസ്റ്റ് ആദ്യം തന്നെ ഉണ്ടായത്. ശങ്കർദാസും ഇതുപോലെ തന്നെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്, പാർട്ടിയിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. CPI ആണെന്ന് എനിക്ക് തോന്നുന്നു. CPIയുടെയൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശങ്കർദാസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ IPS ഉദ്യോഗസ്ഥൻ ഹരിശങ്കറുടെ അച്ഛൻ കൂടിയാണ് ശങ്കർദാസ് എന്ന് പറയുന്നത്. ഈ ഹരിശങ്കറെ നമുക്കറിയാമല്ലോ, ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പണിയെടുത്തുള്ള ഒരു വ്യക്തിയാണ് ഹരിശങ്കർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടാവില്ലേ? ഇല്ലേ? അങ്ങനെ ഒരു നയം സർക്കാർ അവിടെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ, നിർബന്ധപൂർവ്വം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിനും അന്നും സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകക്ഷിയുടെ, അന്നത്തെ ഭരണകക്ഷി CPM-ന്റെ തന്നെ പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ ഈ പറയുന്ന ഹരിശങ്കറിന് ഉണ്ടാവുമല്ലോ. അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ പിതാവിന് ഒരു കഷ്ടത വന്നപ്പോഴും ഇതേ നേതൃത്വം തന്നെ തിരിച്ച് സഹായിക്കില്ലേ? ഉറപ്പല്ലേ? അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്താത്തത് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇത് ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ടാണ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അപ്പൊ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ദേവസ്വം വകുപ്പ് തന്നെയല്ലേ? അപ്പൊ ആ ദേവസ്വം ബോർഡിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കേസാണോ ഇത്? ദേവസ്വം ബോർഡ് ഒതുങ്ങേണ്ട കേസാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് പല കാലങ്ങളിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരെയും ദേവസ്വം ബോർഡ് മന്ത്രിമാരെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ അത്ര തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെ ഉണ്ട്. SIT അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം നടത്തുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടത് കൂടിയുണ്ട്. കൂടിപ്പോയാൽ കടകംപള്ളിയിലേക്ക് വരെ അന്വേഷണം എത്താൻ, ഇന്നിപ്പോ കടകംപള്ളിയിലേക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അന്വേഷണമോ ഒരു തെളിവെടുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ലല്ലോ. പക്ഷെ തന്ത്രിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതായത് ഈ കേസിൽ തന്ത്രിയുടെ ഭാഗത്തേക്ക് അന്വേഷണം പോകുന്നു എന്ന റിപ്പോർട്ടുകളൊന്നും SIT സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് നമ്മൾ ഒരുപക്ഷെ തന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവസാനം അന്വേഷണം തന്ത്രിയിലേക്ക് തന്നെ എത്തിയല്ലോ. അങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് ഈ കേസിൽ പ്രതീക്ഷിക്കാവോ? അങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാമല്ലോ. ഭരണപക്ഷത്തിന്റെ സ്വാധീനവും ഭരണപക്ഷത്തിന്റെ പ്രഷറും കൊണ്ട് ഇതിന്റെ മേലിലേക്ക് അന്വേഷണം നീങ്ങാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPM-ന്റെ ഒരു ഗവൺമെന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സാധ്യത എന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ കുറവാണ്. തന്ത്രിയെ മുൻനിർത്തി അല്ലെങ്കിൽ തന്ത്രിയിൽ അവസാനിപ്പിക്കാതെ ഈ കേസ് തീർച്ചയായിട്ടും ഒരു മന്ത്രിയിലേക്ക് അല്ലെങ്കിൽ ഉന്നതരിലേക്ക്, ദൈവതുല്യൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണെന്നാണോ വിശ്വസിക്കുന്നത് അർജുൻ? അല്ല, അങ്ങനെ എന്റെ വിശ്വാസമല്ലല്ലോ. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും തന്ത്രി തോന്നുന്നില്ല തന്ത്രി തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ മാത്രം നടപ്പിലാവില്ലല്ലോ, ഒരിക്കലും നടപ്പിലാവില്ല. ബോർഡിന്റെ
അനുമതിയില്ല അല്ലെങ്കിൽ ദേവസ്വം ദേവസ്വം ബോർഡ് ബോർഡിന്റെ അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. തന്ത്രി അറിയാതെ ചെയ്യാൻ പറ്റില്ല എന്നതുപോലെ ഇതിനിടയ്ക്ക് നമ്മള് ഇപ്പൊ പലരുടെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള പലരെയും ജയശ്രീ അറസ്റ്റ് ചെയ്തിട്ടില്ല, മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ തന്നെ SIT സമ്പൂർണ്ണമായി ചോദ്യം ചെയ്താലാണ് ഇതിൽ കൂടുതൽ ബോർഡ് അംഗങ്ങളെ മുഴുവൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാതെയാണ് തന്ത്രിയിലേക്ക് ഈ ഒരു അറസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഇതിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അറസ്റ്റും അതോടൊപ്പം തന്നെ ഈ കൂട്ടരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ഒരിക്കലും തന്ത്രിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടല്ലോ. അപ്പൊ അതിന് പലരുടെ ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടായിരിക്കാം. ദേവസ്വം അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രഷറുണ്ട്, മറ്റു പലരുടെ ഭാഗത്തു നിന്നും പ്രഷറുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഈ പറയുന്ന വ്യക്തികളുടെ ശങ്കർദാസിനെയും ഈ പറയുന്ന ജയശ്രീയും ഒക്കെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലും ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കടകംപള്ളിനെ ചോദ്യം ചെയ്തത് രഹസ്യമായിട്ടായിരുന്നു അല്ലെ? രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ എവിടം വരെ എത്തി എന്ന പുതിയ റിപ്പോർട്ടുകളൊക്കെ കാണാനുണ്ട്. കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്ത വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അത് മാത്രമല്ല അദ്ദേഹം തന്നെ യാതൊന്നും പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. വലിയ രീതിയിൽ അദ്ദേഹം താൻ നിരപരാധിയാണെന്നോ തനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന എന്തെങ്കിലും റിപ്പോർട്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടോ? അപ്പോ ആ ഒരു എന്തുകൊണ്ടായിരിക്കും SIT അങ്ങനെ ഒരു മെല്ലെ പോക്കിലേക്ക് ഒതുങ്ങിയത്? അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും SIT അങ്ങനെ ഒരു മെല്ലെ പോക്കിലേക്ക് ഒതുങ്ങിയത്? അതായത് പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മെല്ലെപ്പോക്ക് ഈ അന്വേഷണത്തിൽ നമ്മൾ അതിനുശേഷമാണ് ഹൈക്കോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത്. ഉന്നതരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഹൈക്കോടതി വെറുതെ ഉന്നതർ എന്ന് പറയില്ലല്ലോ. ഒരിക്കലും വെറുതെ ഉന്നതർ എന്ന് പറയില്ല. ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകി ഒരു ഉന്നതൻ മാത്രമായിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല. ഒരാൾ മാത്രം പ്ലാൻ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്ത് നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലല്ലോ ഇത്. ഒരിക്കലും അങ്ങനെ ഒരു ഓപ്പറേഷൻ അല്ല. ഇതിന് പിന്നിലും പലരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിന് തന്നെ അറിയാം, SITക്ക് തന്നെ അറിയാം. പക്ഷേ ആ ഉന്നതരിലേക്ക് എത്തണ്ട എന്നുള്ളതിന്റെ ഒരു പ്രഷർ ആ ഒരു അധികാരവർഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടായിരിക്കാം നമുക്ക് തോന്നുന്നു ഈ അറസ്റ്റുകളൊന്നും തന്നെ നടന്നില്ലല്ലോ. ഈ രണ്ടു കൂട്ടരുടെ അറസ്റ്റുകൾ നടന്നില്ല. ഈ അറസ്റ്റ് ഒന്നും നടക്കാതെ തന്നെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് തന്ത്രിയാണ് ഇതിന്റെ കിങ് മേക്കർ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്ലാനും ശ്രമവും നടക്കുന്നുണ്ട്. CPM തലയൂരാനുള്ള അപ്പൊ അതായത് തന്ത്രി എങ്ങനെയാലും തലയൂരാൻ കഴിയില്ല. CPM കമ്മിറ്റിയിലുള്ള ഇപ്പോഴും നിലവിലും ജില്ലാ കമ്മിറ്റിയിലുള്ള അംഗമാണ് പത്മകുമാർ. അദ്ദേഹത്തിനെതിരെ യാതൊരു തന്ത്രിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള മൊഴിയൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനിയിപ്പോ തന്ത്രിയുടെ വരുന്ന മൊഴികൾ എന്താണെങ്കിലും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ കൂട്ടരെയൊന്നും അറസ്റ്റ് ചെയ്യാതെ കൃത്യം തന്ത്രിയിലേക്ക് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അജണ്ടയുടെ ഭാഗം കൂടിയാണ്. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു അന്വേഷണം തന്ത്രിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ആരുടെ അജണ്ടയായിരിക്കാം. ഒരുപക്ഷെ മറ്റു കൂട്ടരിലേക്ക് എത്തിച്ചേരാതെ ഇദ്ദേഹത്തിൽ നിന്നുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് ആരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരിക്കാം.